അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുൽക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തജ്വീദ് അനുസരിച്ചുകൊണ്ട് മനോഹരമായി തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് എവിടെയൊക്കെയാണ് ശ്രദ്ധിച്ച് ഓതേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞു വരുന്നത്. ഏതായാലും 4 ആയത്തുകൾ വരെ നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് 5-ാമത്തെ ആയത്ത് നമുക്ക് മനസ്സിലാക്കാം. പഠനത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ. ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വാവാണ്. വാവിൻ്റെ മഖ്റജ് 2 ചുണ്ടുകൾ മാത്രമാണ്. പല ആളുകളും വ എന്ന് താഴത്തെ ചുണ്ടും മേലത്തെ മുൻപല്ലും ഉപയോഗിച്ച് പറയാറുണ്ട്. എന്നാൽ അത് തെറ്റാണ്. മറിച്ച് വ എന്ന് 2 ചുണ്ടുകൾ മാക്സിമം മുന്നിലേക്ക് കൂർപ്പിച്ചുകൊണ്ടാണ് വ ഇങ്ങനെ പറയേണ്ടത്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഖാഫാണ്. ഖാഫിൻ്റെ മഖ്റജ് നാവിൻ്റെ അങ്ങേ അറ്റമാണ്. ആ നാവിൻ്റെ അങ്ങേ അറ്റം മേലെ അണ്ണാക്കിൽ മുട്ടിക്കുക. ഖോ ഖോ. വലഖദ് സയ്യന്ന. ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സായാണ്. സ എന്ന അക്ഷരം പറയുന്ന സമയത്ത് സ് എന്ന ശബ്ദം പുറപ്പെടണം. സ സ ഇങ്ങനെ. പിന്നെ ആ യാഇന് ശബ്ദം കൊടുക്കണം. സയ്യ സയ്യ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശേഷമുള്ളത് നൂനാണ്. നൂനിന് ശബ്ദം സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, നൂൻ മീം എന്നീ 2 അക്ഷരങ്ങൾക്ക് ശബ്ദം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ മണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നൂനിന് ശബ്ദം സംഭവിച്ചത് കൊണ്ട് തന്നെ അവിടെ മണിക്കണം. സീന് പറയുന്ന സമയത്ത്, നേരത്തെ നമ്മൾ സ പറയുന്ന സമയത്ത് എന്ന ശബ്ദം പുറപ്പെടണം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സീന് പറയുന്ന സമയത്ത് എന്ന ശബ്ദം പുറപ്പെടണം. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ശേഷം നമുക്ക് മദ്ദിൻ്റെ അടയാളം മേലെ കാണാം, ഒരു വളഞ്ഞതായ രൂപത്തിലൊരു വര. ഈ വര കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാധാരണ നീട്ടുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ നീട്ടണമെന്നാണ് അർത്ഥം. ഇവിടെ 2 അലിഫിൻ്റെ ഖദറാണ് നീട്ടേണ്ടത്. അതായത് 2 വിരൽ നിവർത്തി മടക്കുന്ന സമയം. അദ്ദുന്യ ഇങ്ങനെ. ശേഷം ബിമസാബീഹ. ഇവിടെ സ്വാദ് ശ്രദ്ധിക്കണം. സ്വാദ് പറയുന്ന സമയത്ത്, സീൻ നമ്മൾ പറയുന്ന സമയത്ത് എവിടെയാണോ നാവ് വെക്കാറുള്ളത് അവിടെ തന്നെയാണ് സ്വാദ് പറയുന്ന സമയത്തും നാവ് വെച്ച് ഉച്ചരിക്കേണ്ടത്. എന്നാൽ ഈ സ്വാദ് പറയുമ്പോൾ തഫ്ഹീമാക്കി ഘനപ്പിച്ച് ഉച്ചരിക്കണം. സോ സ സോ സ. ഇതാണ് ഇത് 2 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ശേഷം ശ്രദ്ധിക്കാനുള്ളത് ഹ ആണ്. ബിമസാബീഹ. ഹ പറയുന്നത് തൊണ്ടയുടെ നടുഭാഗത്ത് നിന്നാണ് അത് പുറപ്പെടേണ്ടത്. 1. 2, അതെങ്ങനെയാണ് പുറപ്പെടുവിക്കേണ്ടത്? നമ്മൾ ഈ എരിവുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് എന്ന ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. ഈ ശബ്ദം ഇവിടെ പുറപ്പെടണം. ബിമസാബീഹ ഇങ്ങനെ. സാധാരണ ഹ പോലെ ബിമസാബീഹ ഇങ്ങനെ പുറപ്പെടരുത്, തെറ്റാണത്. ശേഷം വജഅൽനാഹ. ഇവിടെ നോക്കൂ, വജഅൽനാഹ സാധാരണ ഹ ആണ്. ബിമസാബീഹ വജഅൽനാഹ. 1 ഹ ആണ്, 1 ഹ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റുജൂമൻ ലിശ്ശയാത്തീൻ. നേരത്തെ സ പറയുന്ന സമയത്ത് സ് എന്ന ശബ്ദം പുറപ്പെടണം എന്ന് പറഞ്ഞതുപോലെ, സീന് പറയുന്ന സമയത്ത് സ് എന്ന ശബ്ദം പുറപ്പെടണം എന്ന് പറഞ്ഞതുപോലെ,
ഷീൻ എന്ന അക്ഷരം പറയുന്ന സമയത്ത്, ഉച്ചരിക്കുന്ന സമയത്ത് ഷ് എന്ന ശബ്ദം പുറപ്പെടണം. റുജൂമല്ലിഷയ, കേട്ടില്ലേ? റുജൂമല്ലിഷയാത്തീൻ, തീൻ, ത തോ. നേരത്തെ സ സോ പറഞ്ഞതുപോലെ ത തോ. എന്താ വ്യത്യാസം? താ പറയുന്ന സമയത്ത് നാം എവിടെയാണോ വെച്ച് ഉച്ചരിക്കുന്നത് അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. എന്നാൽ ആ അക്ഷരം തഫ്ഹീമാക്കണം. എങ്ങനെ? പോ, മറ്റേത് താ, പോ താ. ഒന്ന് ഘനപ്പിച്ചുച്ചരിക്കണം എന്നർത്ഥം. ശേഷം വഅഅ്തദ്നാ ലഹും അദാബസ്സഈർ. അവിടെ ഐന് ശ്രദ്ധിക്കണം. ഐന് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് പുറപ്പെടേണ്ടത്. വഅഅ്തദ്നാ ലഹും അദാബ. അദാബ ഐന് ശ്രദ്ധിക്കണം ആദ്യം. ശേഷമുള്ളത് ദാലാണ്. ദാലിൻ്റെ മഖ്റജ് നാവിൻ്റെ അറ്റം, തുമ്പ്. ഈ അറ്റം മേലെ പല്ലിൽ മുട്ടിക്കുക. ദാ ദാ. അദാബസ്സഈർ, അസ്സഈർ. അവിടെ സീന് ശ്രദ്ധിക്കണം. സ് എന്ന ശബ്ദം പുറപ്പെടണം. രണ്ടാമത്തത് ഐനാണ്, തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് പുറപ്പെടണം. ശേഷം നമുക്ക് റാ കാണാം. സഈർ എന്ന് ഉച്ചരിക്കുന്നത് തെറ്റാണ്. മറിച്ച് സഈർ, രാ എന്ന മലയാളത്തിലെ ഉച്ചാരണം അവിടെ വരണം. അസ്സഈർ. സ്വദഖല്ലാഹുൽ അലീം. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ ശ്രദ്ധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.